അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഫർസാന എന്ന ജസീന അറിയുന്നേയില്ല. തന്നെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ പെണ്ണുകാണലാണ് കഴിഞ്ഞതെന്നോ അല്ലെങ്കിൽ അവൻ്റെ വിവാഹം നടക്കുന്നു എന്നോ അവൾ അറിയുന്നേയില്ല. അല്ലെങ്കിലും അവളൊക്കെ എന്തിനറിയാനാണ്? അവനെ ചതിച്ച് പോയ പെണ്ണല്ലേ ജസീന എന്ന ഫർസാന. ഹോ, പിന്നീട് അത് വലിയൊരു ഖേദമായി തോന്നി. എങ്കിലും ഫർസാന ചെയ്തത് വളരെയധികം വിഷമകരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദിന് അതൊരു തീരാ വേദനയായി നിൽക്കുന്നുമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഫർസാനയുടെ മനസ്സിൽ ടെൻഷൻ കൂടി വരുന്നു. കാര്യങ്ങളെല്ലാം അറബി അറിഞ്ഞിട്ടുണ്ട്, എങ്കിലും ബീവി ഒന്നും അറിഞ്ഞിട്ടില്ല. ബീവി കാത്തു നിൽക്കുകയാണ് തൻ്റെ പീരിയഡ്സിൻ്റെ സമയം ആകുന്നതും നോക്കി. പതിവ് പോലെ ആ ഒരു സമയം വന്നപ്പോൾ അതാ ബീവി ഫർസാനയുടെ അടുക്കലെത്തി. ഫർസാന, ബീവി. ഫർസാന, എന്തായി? കാര്യം വല്ലതും? ബീവി, അത് പറഞ്ഞോളൂ. എന്താ? എന്തെങ്കിലും പ്രശ്നം, പ്രയാസം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഒന്നും മറച്ചു വെക്കരുത്, ഒളിച്ചു വെക്കരുത്. ഞാൻ നിൻ്റെ ഒരു ജ്യേഷ്ഠത്തി മാത്രമല്ല, ഒരു ഉമ്മയുടെ സ്ഥാനത്ത് കൂടി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നോട്. ബീവിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ അത് ശരിക്കും ഫർസാന ബീവിയിൽ സന്തോഷമുളവാക്കി. എന്താ റബ്ബെ പറയാ, ഇനി അഥവാ ഡെലിവറി ആണ് സമയത്ത് തന്നെ 7 മാസമാകുമ്പോൾ ഞാൻ പ്രസവിക്കും കണക്കനുസരിച്ച്. ഞാനല്പം സ്കെൽറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് വല്ലാതെ അങ്ങോട്ട് അറിയാത്തത്. പാവം ബീവിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കറിയുന്നില്ല. എന്നാൽ അന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫർസാന എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് വാഷ് ബേസിനടുത്തേക്ക് ഓടി. ബീവി അത് കണ്ടു. ഫർസാന, എന്തു പറ്റി? അവളുടെ പുറത്ത് അവൾ ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്തു പറ്റി? എന്തു പറ്റിയത്? സത്യം പറഞ്ഞാൽ ബീവിക്ക് സന്തോഷമാണ് അത് കണ്ടപ്പോൾ. പഠിച്ചോനെ, അൽഹംദുലില്ലാ, ഡേറ്റ് ആയിട്ടും ഒന്നും കണ്ടിട്ടില്ല. ഇത് റഹ്മാനെ. പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ടാണ് ബീവി പ്രാർത്ഥിച്ചത്. അല്ലാ, എന്നെ കൈവിടില്ലല്ലാ. ഞാൻ ചോദിച്ചത് നീ എനിക്ക് തരണമല്ല. എനിക്ക് ഏതായാലും അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. പഠിച്ചോനെ, ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കണം നമ്മുടെ മക്കളിലൂടെ. അതിനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നില്ല. എന്നാൽ അല്ലാ, ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് അതിനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ, താഴെയുള്ള തലമുറകൾക്ക് അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ റബ്ബേ അതിനുള്ള വിധി ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ. ഇതൊരു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അവനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കും. പള്ളിയിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കും, നല്ലൊരു പണ്ഡിതനാക്കി മാറ്റും. എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്. ഇത് എൻ്റെ അർബാവിനോടും പറയണം, ഫർസാനയോടും പറയണം. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ നെയ്യത്ത് അത് പൂർത്തിയാക്കാൻ അവർക്ക് ഒരു പക്ഷെ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യം അവരോട് പറയാതിരിക്കാൻ വയ്യ. സങ്കടം കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് ഒരു നെയ്യത്തും വെച്ചു ബീവി. അതെ, ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുന്ന ഒരു കുഞ്ഞാക്കി മാറ്റണം ഇതിനെ. അതാണായാലും ശരി, പെണ്ണായാലും ശരി. പെണ്ണാണെങ്കിലും ഉണ്ടല്ലോ എത്രയോ വഴികൾ. മോളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, ഇസ്ലാമികമായ ചുറ്റുപാടിൽ വളർത്തണം, നല്ല രീതിയിൽ. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അതാണ് റബ്ബേ. നേരെ അന്ന് അർബാവിൻ്റെ അടുക്കിലേക്ക് അതാ ബീവി പോകുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന ബീവി, ജെയ്ത്തൂൻ, എന്തടി? എന്തൊരു? അർബ, എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാൻ പോകുന്നു എന്ന് തോന്നുന്നു. എന്തു പറ്റി? അല്ല, ഫർസാനക്ക് അത് ഡേറ്റായിട്ടും ഒന്നും. ആഹാ. അറബി ശരിക്കും അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ? അർബ, എനിക്ക് തോന്നുന്നു അവൾ ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആവും എന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്കൊരു നെയ്യത്തുണ്ട്.
എന്ത് നീയത്ത്? ഞാൻ പടച്ച റബ്ബിന് വാക്ക് കൊടുത്തതാണത്, അതിൽ മാറ്റം വരുത്തരുത്. എന്താ പെണ്ണെ നീ പറ. അത് എൻ്റെ അർബാവിൻ്റെ കുഞ്ഞിന്, അതായത് ഫർസാന പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ എനിക്ക് നമ്മുടെ ദീന് പ്രചരിപ്പിക്കാനുള്ള ഒരാളായി മാറ്റണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. ആ കുഞ്ഞിനെ പഠിപ്പിക്കണം, ഇസ്ലാം ദീൻ കൂടുതലായിട്ട് പ്രചരിപ്പിക്കണം. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് സൈഫുദ്ദീൻ അറബി. യാ സൈത്തൂൻ, നീ എന്തൊക്കെയാ പറയുന്നത്? എന്താ പറ്റില്ലേ? എൻ്റെ അർബാവിൻ്റെ കുഞ്ഞല്ലേ ഫർസാനയുടെ വയറ്റിൽ കിടക്കുന്നത്. അതാണ് ഞാൻ നിയത്ത് ചെയ്തത്. ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതാ ആ കുട്ടിയെ നമുക്ക് പള്ളിയിൽ സമർപ്പിക്കണം. ആ കുഞ്ഞിനെ അവിടെ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ക്ലാസ്സുകൾ കൊടുക്കണം. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ? അറബി വിയർത്തുപോയി. എൻ്റെ റബ്ബേ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് ഒരിക്കലും എൻ്റെതല്ല എന്ന് മാത്രമല്ല, അതൊരു അമുസ്ലിമിൻ്റേത് കൂടിയാണ്. റബ്ബേ, നീ കാണുന്നുണ്ടല്ലോ എല്ലാം. ശരിക്കും അറബി ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പടച്ച റബ്ബേ, അള്ളാഹുവേ, നീ ഹിദായത്ത് നൽകണേ അള്ളാഹു. പഠിച്ചോനെ കാത്തുരക്ഷയ്ക്ക് എല്ലാം നിന്നെ ഭരമേൽപ്പിക്കുന്നു. നിക്കാഹ് ചെയ്തു എന്ന പേര് പറഞ്ഞത് അത് വലിയൊരു പ്രശ്നമായോ എന്ന് വരെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. എന്ത് ചെയ്യും എന്നറിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഫർസാനയോട് കാര്യം പറയണം. ബീവി, ഞാൻ ഫർസാനയുടെ അടുക്കൽ പോവട്ടെ കേട്ടോ. ആദ്യമായിട്ടാണ് തൻ്റെ ഭർത്താവ് അങ്ങനെ പറയുന്നത്. ശരിക്കും ബീവി സന്തോഷിച്ചു. അൽഹംദുലില്ലാ റബ്ബേ, വല്ലാത്തൊരു സന്തോഷം. അള്ളാഹുവേ, അതെല്ലാം ശരിയായാൽ മതിയായിരുന്നു റഹ്മാനെ. അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്ത അറിഞ്ഞാൽ മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കണം. എന്നാൽ ഈ സമയം ഫർസാനയുടെ അടുക്കൽ അറബി പോയത് മറ്റൊന്നിനുമായിരുന്നില്ല. ഫർസാന, ഫർസാന, ഹേയ് ഫർസാൻ. അല്ല, അറബിയുടെ ശബ്ദമാണല്ലോ. അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് അവളുടെ തട്ടമെല്ലാം ശരിക്കിട്ട് ബഹുമാനത്തോടു കൂടി വാതിൽ തുറന്നു. ആ അല്ല അർബ, എന്താ അർബ, എന്നെ വിളിച്ചോ? ആ വിളിച്ചു ഫർസാന. അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ, എന്തു പറ്റി? ഫർസാന, ഞാൻ ഒരു കളവ് പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ നിന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അതും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. എൻ്റെ ഭാര്യ നീ പ്രഗ്നൻ്റ് ആവുന്നത് നോക്കി നടക്കുകയാണ്. അതുമാത്രമല്ല, പിന്നെ അവളൊരു നെയ്യത്ത് ചെയ്തു കഴിഞ്ഞു. അതായത് ഈ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ഇസ്ലാമികമായ പ്രചരണത്തിന് വേണ്ടി ദീനീൻ്റെ വഴിയിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കുന്നു അല്ലാ എന്ന് പറഞ്ഞിട്ട് അവൾ നെയ്യത്ത് ചെയ്തത്ര കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? നിനക്ക് അതിന് സമ്മതമാണെങ്കിൽ ഓക്കെ പറയണം. അതല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് പിരിയാം. അതായിരിക്കും നല്ലത്. എന്താ, നിനക്ക് അതിന് സമാധാനക്കേടുണ്ടോ? പിന്നെ ഏതൊരു കുഞ്ഞാണെങ്കിലും ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജാതിയും മതവും അതുപോലെ ബാക്കി എല്ലാവരും പല രീതിയിലായി പോകുന്നത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നിനക്ക് നിൻ്റെ കുഞ്ഞിനെ അങ്ങനെ തരാൻ സമ്മതമാണെങ്കിൽ നീ ഇപ്പോൾ തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ നമുക്ക് സുന്നത്ത് കല്യാണം കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ ഒരു മുസ്ലിമാക്കി മാറ്റി നമുക്കതിനെ നല്ല മതപരമായ രീതിയിൽ വളർത്തിയെടുക്കണം. എന്താ, നിനക്ക് സമ്മതമാണോ? അത് ആൺകുട്ടിയാണെങ്കിൽ ഓക്കെ, പെൺകുട്ടിയാണെങ്കിലും ഇതേ സ്ഥിതി തന്നെയാണ്. ഇസ്ലാമികമായ രീതിയിൽ ഒരിക്കലും ഒരു ഹിന്ദുവിൻ്റെ കുഞ്ഞാണെന്നുള്ള ഒരു ചർച്ച ഇവിടെ വരാൻ പാടില്ല. അല്ലെങ്കിലും അതൊക്കെ പിന്നെ പടച്ച റബ്ബിൻ്റെ അടുത്തല്ലേ. എന്താ, നിനക്ക് സമ്മതമാണോ? സത്യമായിട്ടും എനിക്കത് തന്നെയാണ് ഇഷ്ടം. കാരണം അയാളുടെ കുഞ്ഞാണ് എന്നങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും, എൻ്റെ കുഞ്ഞിനെയും കൊല്ലും, ഉറപ്പാണ്. എൻ്റെ കുഞ്ഞിനെ എന്നോ കൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ തന്നെ അത് പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം. പലതവണ എന്നെ ചവിട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്, എന്നെ തള്ളിയിട്ടതാണ്. ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ പിതാവായിട്ട് അവനെ അംഗീകരിക്കാൻ കാവില്ല. കാരണം കുഞ്ഞിനെ വളർത്താൻ സമ്മതിച്ചിട്ടില്ല.
ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഗുളിക കൊണ്ടുവന്നിട്ടും ചവിട്ടി കൊല്ലാൻ നോക്കിയിട്ടും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ആർക്കുമല്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരിക്കും അറബിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ഫർസാനയുടെ ആ വാക്ക് കേട്ട്. ഫർസാന കരയരുത്, എൻ്റെ ബീവിയുടെ നെയ്യത്തതാണ്. നിനക്കതിന് സമ്മതമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ട അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ബേബി നിന്നോട് പറയുമ്പോൾ ഓക്കെ എന്ന് തന്നെ പറയണം കേട്ടോ. ആ ഓക്കെ. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ മുസ്ലിമായേ വളർത്തുള്ളൂ. രാജേഷ് എന്നെ കെട്ടിയെന്ന് കരുതിയോ, അവൻ്റെ കൂടെ ഞാൻ പോകുമെന്ന് കരുതിയോ, അവനെ ഞാൻ അങ്ങനെ ആക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. അപ്പോഴത്തെ ആ ബുദ്ധിമോശം. പക്ഷെ കുഞ്ഞിന് എനിക്ക് വേണമെന്ന് തോന്നിപ്പോയി, അതുകൊണ്ടാണ്. ഓക്കെ, എന്നാലെല്ലാം പറഞ്ഞതുപോലെ ജെയ്ത്തൂൻ ബീവി മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴൊന്നും വരേണ്ടായിരുന്നു. അവളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കേട്ടിട്ട് ആക്കം പോലെ സെയ്ഫ് വന്നാൽ മതിയായിരുന്നു. പെട്ടെന്നതാ സെയ്ഫ് ജെയ്ത്തൂൻ ബീവിയുടെ ജെയ്ത്തൂൻ ആ ഒരു വിളി കേട്ട് അവൾ ഞെട്ടി. അല്ല, ഇതെന്താ ഒരു 10 മിനിറ്റ് പോലും നിൽക്കാതെ? എന്താ സെയ്ഫ് ഇങ്ങനെയൊക്കെ പാടുണ്ടോ? ഒരു അരമണിക്കൂറെങ്കിലും അവളുടെ കൂടെ ചെലവഴിക്ക് പ്ലീസ്, പോയിക്കോ. ബീവിക്ക് വല്ലാത്ത സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അതെ ഫർസാനക്ക് ഗർഭമുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിൽ അവൾക്ക് തോന്നി തുടങ്ങി. ആ പിന്നെ സെയ്ഫ്, എന്താടി സെയ്ഫ്, പെട്ടെന്ന് ഹോസ്പിറ്റലിലൊന്ന് പോകണം പ്ലീസ്. എന്താ കാര്യം? അല്ല, അവൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ പ്ലീസ് പ്ലീസ് പ്ലീസ്. എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അള്ളാഹുവിനോട് ഒരുപാട് നേർച്ചകളുണ്ട് ഞാൻ നേർന്നു വെച്ചത്. നോമ്പായിട്ടും ഖത്തമായിട്ടും നിസ്കാരമായിട്ടും അങ്ങനെ പലതും. പാവങ്ങൾക്ക് ക്യാഷ് കൊടുക്കാനായിട്ടും ഇതുണ്ടായി കിട്ടിയാൽ റബ്ബേ അതൊക്കെ എനിക്ക് വീട്ടാനുള്ളതാണ്. അതുകൊണ്ട് ദയവായി ഒന്ന് ഉറപ്പ് വരുത്തണം, എനിക്കെൻ്റെ നേർച്ചകൾ വീട്ടിൽ തുടങ്ങണം. എൻ്റെ സെയ്ഫ്, എൻ്റെ ബീവി, നിന്നെ ഞാനേ എന്താ അതൊക്കെ എനിക്ക് ഫർളാണ്. ഫർളായി മാറിക്കഴിഞ്ഞു. നേർച്ച ചേർന്നാൽ അത് പിന്നെ ഫർളാണല്ലോ. അത് പിന്നെ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുക പ്ലീസ്. ഞാൻ വരണോ? അത് കേട്ടപ്പോൾ ശരിക്കും അറബി ഒന്ന് ഞെട്ടി. അല്ലാ, വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ്, ആ ഡോക്ടർ എഴുതുന്നത്, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവൾ 3 മന്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും ബീവിയുടെ അവസ്ഥ? എൻ്റെ റബ്ബേ, അല്ലാ, കുറച്ചുകൂടി കടമ്പകൾ ബാക്കിയുണ്ട്. നീ തുണക്ക്. എന്തൊക്കെ തന്നെയാലും അവളുടെ എല്ലാ കാര്യത്തിലും നോക്കിക്കാണുന്നത് എൻ്റെ ബീവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്താവാൻ ചാൻസ് ഉണ്ട്. സെയ്ഫ്, എന്താ ആലോചിക്കുന്നത്? അവളുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കട്ടോ, വേഗം പോവണം. ബീവി, എന്നാൽ ഞാനും അവളും ഹോസ്പിറ്റലിലേക്ക്? അല്ലല്ല, അത് വേണ്ട. ഞാൻ പല സ്ഥലങ്ങളിലേക്കും നിങ്ങൾ ഒരുമിച്ച് വിട്ടപ്പോൾ നിങ്ങൾ പോയില്ല. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ ജസ്റ്റ് കയ്യെങ്കിലും ഒന്ന് പിടിക്കണ്ടേ? എന്തിനാടി? ഓരോ സ്ത്രീകൾ ഗർഭസ്ഥാവസ്ഥയിൽ എത്ര ജോലികൾ ചെയ്യുന്നു. എല്ലാ ജോലികൾ ചെയ്താലും വയറ്റിലെ കുഞ്ഞിനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അതൊരിക്കലും ഒരു അസുഖമല്ല, അത് നമ്മുടെ ഒരു അവസ്ഥയാണ്, നമ്മുടെ ജീവിതമാണത്. അല്ലാതെ പ്രഗ്നൻസി ടൈം അസുഖമാക്കി വെക്കേണ്ട ഒരവസ്ഥയില്ല. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് എനിക്ക് ടെൻഷനുണ്ടാണ്. പ്ലീസ് എൻ്റെ പൊന്നു ബീവി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ വേണേ. എന്താ നിനക്ക് ഇത്ര ടെൻഷന്? അതൊക്കെ പടച്ചോൻ തരുന്നത് പടച്ചോൻ്റെ വഴിയിലൂടെ അങ്ങ് പോകും. അല്ലാതെ നമ്മളതിനെക്കുറിച്ച് ടെൻഷനാണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് എന്താ ഇത്ര ടെൻഷന്? അത് എനിക്ക് നമ്മളുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് ഞാൻ ഭയക്കുന്നത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല പെണ്ണേ, നീ വിഷമിക്കാതിരിക്കൂ. ബീവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതാ സെയ്ഫ് അറബി. നിനക്ക് എന്താ മോളെ എത്ര ടെൻഷന്? ഞാനില്ല നിനക്ക് ഉണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ വളരെയധികം വിശ്വസിച്ച് പോയി. എനിക്ക് അത്രക്കും നീ വിഷമിക്കല്ലേ, ഞാൻ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാ ഡോക്ടറെ അടുത്ത് പോകാം. ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇൻഷാ അല്ലാ ആ ഒരു ഗുഡ് ന്യൂസ് എൻ്റെ പെണ്ണിനെ ഞാൻ അറിയിക്കും. പോരെ? മതി. അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? ഞാനും വരാം. എൻ്റെ ജെയ്ത്തൂൻ, നീ വരണോ? അല്ല, വരണമെങ്കിൽ വന്നോ, കുഴപ്പമില്ല.
ഞാൻ വരാം. ഈ ഒരു സന്തോഷ വാർത്ത എനിക്ക് ആസ്വദിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ വരാം. ശരിക്കും അറബി പെട്ടു എന്ന് തോന്നിപ്പോയി. എന്തൊക്കെ തന്നെയായി ലിസ്റ്റ് വാങ്ങും. ഡോക്ടറുടെ അടുക്കലേക്കും അവൾ എത്തും. അവൾ എത്തിക്കഴിഞ്ഞ് ടെസ്റ്റ് കഴിയുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അതറിയും. കുഞ്ഞിന് 3 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് തുറന്ന് പറയും. അതും സെയ്ത്തൂൻ ബീവിയുടെ മുമ്പിൽ നിന്ന്. പടച്ച റബ്ബേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അറബി ആകെ വിഷമത്തിലായി. കാര്യം ഫർസാനയോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ ഈ സമയം അതാ ബീവി പറയുന്നു ഫർസാനയുടെ അടുക്കലെത്തിയിട്ട്, മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, മോളെ ഡ്രസ് മാറ്റ്. ശരിക്കും ഫർസാനയും ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ എല്ലാ രഹസ്യങ്ങളും റബ്ബെ ബീവി അറിയും. ബീവി അറിഞ്ഞാൽ എന്നെ ഇവിടുന്ന് ഉറപ്പായിട്ടും പുറത്താക്കും. അതെനിക്ക് ഉറപ്പാണ്. അല്ലാ നീ കാക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ബീവി വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കാണുമ്പോൾ എന്ത് സംഭവിക്കും? എന്തവൾ പറയും? അതോ അത് രഹസ്യമായി അറബി എങ്ങനെയെങ്കിലും മറച്ചു വെക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.